പാഠം 937. വെള്ളത്തിൽ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. ഇങ്ങനെ പോയാൽ 20 വർഷം കൂടി കഴിയുമ്പോൾ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാതാകുമെന്ന് പഠനം. വിവരമുള്ളവർ ഓരോന്ന് പറയുമ്പോ കേൾക്കില്ല. അപ്പൊ പഴഞ്ചൻ പഴഞ്ചൻ എന്ന് പറഞ്ഞ് കളിയാക്കും. അനുഭവിക്കുമ്പോ ഇവരൊക്കെ പഠിച്ചോളും. ആര് പഠിക്കുന്ന കാര്യമാണ് മോനേട്ടാ? റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നിറയെ ഉണ്ട് പത്രത്തിൽ. വായിച്ചോക്ക്. ദോഷങ്ങളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല മോനേട്ടാ. പക്ഷെ ഇനിയുള്ള കാലത്ത് വാഹനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നീ ഇപ്പൊ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാ. വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം കാരണം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് മാത്രമല്ല, ആളുകൾ നടക്കുകയും ഓടുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് രോഗികളുടെ എണ്ണവും കൂടി വരികയാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാനും പെട്രോൾ അടിക്കാനും ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ കാളവണ്ടി യൂത്തിലൊന്നും അല്ലോ ജീവിക്കുന്നത്. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ആളെ ഇറക്കാൻ പറ്റുന്ന കാലത്ത് വേഗത ഒരു പ്രശ്നം തന്നെയാണ്. വേഗത വേണമെങ്കിൽ വണ്ടികൾ വേണം. ഇത് മറ്റൊരു വിവരക്കേട്. ആ റോഡിന്റെ വീതി കണ്ടോ? കണ്ടു. തരക്കേടില്ലാത്ത വീതി. ഈ വഴി വാഹനങ്ങൾ അങ്ങനെ അധികം പോകുന്നില്ല. അതുകൊണ്ട് വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. വാഹനങ്ങളുടെ എണ്ണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പെരുകുകയാണെങ്കിൽ 20 കൊല്ലം കൂടി കഴിയുമ്പോൾ റോഡ് നിറയെ വാഹനങ്ങളായിരിക്കും. എല്ലായിടത്തും തടസ്സങ്ങൾ, തിക്കും തിരക്കും. അപ്പോ നിങ്ങളൊക്കെ എങ്ങനെ വേഗത്തിൽ പോകും? കൊച്ചി ഉൾപ്പെടെയുള്ള നഗരത്തിൽ മണിക്കൂർ കണക്കിന് ഗതാഗത കുരുക്കാണ്. അപ്പോ വാഹനങ്ങളിൽ പോയാൽ എങ്ങനെ വേഗത്തിലെത്തും? റോഡിന് വീതി കൂട്ടാനുള്ള പ്രശ്നമില്ല ഇതെല്ലാം. എങ്ങനെ വീതി കൂട്ടും? എത്ര കൂട്ടിയാലും കുറച്ചു കാലം കഴിയുമ്പോ വീണ്ടും വേണ്ടി വരില്ലേ? റോഡിന് വീതി കൂട്ടി കൂട്ടി ഒടുവിൽ റോഡ് മാത്രമാകും. അപ്പൊ നമ്മൾ എവിടെ കൃഷി ചെയ്യും? വണ്ടി കയറി നിങ്ങൾ പോയാ പോരല്ലോ, വിശക്കും പോലും കഴിക്കാൻ വേണ്ടേ? ഭാമേ, ഈ കളി ആപത്താണ്. എന്നെ പോലുള്ളവർ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അനുഭവിക്കുമ്പോ പഠിക്കും. ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി പേടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല മോനേട്ടാ. ജീവിക്കുമ്പോ സന്തോഷായിട്ട് ജീവിക്കാം, അത്രേ ഉള്ളൂ കാര്യം. കത്തി എവിടെ വെച്ചു? ഇപ്പോ നീ പറഞ്ഞിട്ട് വന്നത് ശുദ്ധധിക്കാരമാണ്. നിങ്ങൾക്കൊക്കെ സന്തോഷമായി ജീവിക്കാനാണ് ഭൂമി ഉണ്ടായത് എന്നുള്ള ഈ തോന്നൽ ഒരിക്കലും ശരിയല്ല ഭാമേ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഭൂമി ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. പക്ഷേ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ടാണ് നമ്മൾ ഭൂമിയെ ഇങ്ങനെ നരകമാക്കി മാറ്റിയത്. നീ പറഞ്ഞില്ലേ ജീവിക്കുമ്പോൾ സന്തോഷമായി ജീവിക്കണമെന്ന്? അങ്ങനെ നിന്നെ പോലുള്ളവർ ഓരോന്ന് കാണിച്ചു കൂട്ടിയതിന്റെ ദോഷം അടുത്ത തലമുറയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ തലമുറ തുടങ്ങി വെച്ച അന്യായങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. മഴയില്ല, കടുത്ത ചൂട്, അതിനിടയിൽ തന്നെ ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം. ഭൂമിയുടെ സന്തുലിതാവസ്ഥ മുഴുവൻ മാറി മറിഞ്ഞിരിക്കുക. ഞാനൊരു സ്കൂട്ടർ വാങ്ങിയതിന്റെ പേരിലാണോ മോനട്ട് ഇതെല്ലാം ഉണ്ടായത് ഇവിടെ? നീ വാങ്ങിയതുപോലെ ഓരോരുത്തരും വാങ്ങും. 1, 2, 5, 10 വണ്ടികൾ. റോഡ് വലുതാക്കാൻ മരങ്ങൾ വെട്ടിക്കളയും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നാട് നീളെ, അതിലൊക്കെ AC. അടുത്ത തലമുറ നിങ്ങളെയൊക്കെ പ്രാകും. ഞാനിപ്പൊ എന്ത് വേണമെന്നാ മോഹനടറി പറയുന്നേ? നീ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ജനിച്ചപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ബാധ്യത നമുക്കുണ്ടായിരിക്കണം. പക്ഷെ എന്താ സംഭവിച്ചേ? കൈമാറാൻ കാടില്ല, മലയില്ല, പുഴയില്ല, മഴയില്ല, മരങ്ങളില്ല, കിളികളില്ല. ഉള്ളത് കുറെ വണ്ടികളും മൊബൈൽ ഫോണും മാത്രം. അത് പുഴുകി തന്നാ ജീവിക്കാൻ പറ്റുമോ? ബാക്കി ഫോൺ എടുത്തിട്ട് പറയും. ഇനി ഇതിന്റെ ബാക്കിയുണ്ടോ? ഹലോ, അതെ, കെ മോഹനൻ സാറാണ്.
ആ മനസ്സിലായി മനസ്സിലായി. എന്താ നമ്മുടെ പരിപാടി? ഇന്നാണല്ലേ? സത്യം പറയാലോ, തിരക്കിനിടയിൽ ഞാനത് അങ്ങ് മറന്നുപോയി. എന്തായാലും മോളിക്കുട്ടി ഇപ്പൊ വിളിച്ചത് നന്നായി. 5:30 ഓ, അതൊക്കെ ഉണ്ടോ? അല്ല, 8 മണിയാവുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ സത്യം പറയാലോ, ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ സമ്മതിച്ചു. അപ്പോ കൃത്യം 5:30 ഞാൻ എത്തിക്കൊള്ളാം. ഭാമേ, ഭാമേ. എനിക്കാണ് ഫോൺ. എനിക്കായിരുന്നു. പിന്നെ ഇത് എന്നെ വിളിച്ചത്? ആരുടെ ഫോണായിരുന്നു എന്നറിയണ്ടേ? അറിയണ്ട. നീ അറിയണം. ഒരല്പം മുൻപ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. പക്ഷേ അതേ പരിസ്ഥിതി വിഷയം കൊണ്ട് തന്നെ കെ മോഹനൻ സാർ നാട്ടിലോക പ്രശസ്തനാകാൻ പോവുകയാണ്. എനിക്ക് മനസ്സിലായില്ല. ഇന്ന് വൈകിട്ട് ടൗണിൽ ഒരു ഗംഭീര പരിപാടിയുണ്ട്. അവിടുത്തെ താരം ഇന്ന് കെ മോഹനൻ സാറാണ്. എന്റെ വില നിനക്ക് മനസ്സിലാവില്ലെങ്കിലും അത് മനസ്സിലാകുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്. ധാരാളം ധാരാളം. സ്ത്രീയോ? അതേ സ്ത്രീ? സ്ത്രീ എന്താ? ഏതോ സ്ത്രീക്ക് മോഹനയുടെ ഭയങ്കര ബഹുമാനാന്ന് പറഞ്ഞില്ലേ, അതേത് സ്ത്രീയെന്ന്? ഒരു സ്ത്രീയല്ല, പല സ്ത്രീ. എനിക്ക് മനസ്സിലാവുന്നു പറ. ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ നിനക്ക് വിശദീകരിച്ചു തന്നാലും നിനക്കത് ശരിക്കും മനസ്സിലാവില്ല. ഇന്ന് വൈകുന്നേരം ടൗണിൽ നടക്കുന്ന പരിപാടി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോഴേ നിനക്കത് ശരിക്കും മനസ്സിലാവും. ചേട്ടാ, കാര്യം പറഞ്ഞിട്ടോ? ഇക്കാര്യത്തിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് എന്നോടുള്ള പുച്ഛം പോലെയല്ല മറ്റുള്ളവർക്ക് എന്നുള്ള സത്യം നീ ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞുള്ള കാര്യം പിന്നെ. എന്താ പരിപാടി എന്നൊന്നും പറ. ആരാ മോനോട് വിളിച്ചേ? അത് ഞാൻ പറയുന്ന പ്രശ്നമില്ല. കഷ്ടമുണ്ട് മോനോട്ടാ. എവിടെ പോകുന്നെന്ന് പറയാതെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മോനോട്ട് സമ്മതിച്ചു തരുവോ? സമ്മതിക്കില്ല. കാരണം നീ ഭാര്യയും ഞാൻ ഭർത്താവുമാണ്. പോയാ ഫോൺ എടുക്ക. ഒന്നുമില്ല. മോഹനൻ സാർ ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകുന്നില്ലേ കാഞ്ചന സാറേ പറഞ്ഞത്? അതെപ്പോഴായിരിക്കും? അറിയില്ല. താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയൽ മുഴുവൻ ശരിയാക്കി സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വിലാസിനി ചേച്ചിയുടെ തയ്യക്കട വരെ ഒന്ന് പോകണമായിരുന്നു. സാറിനോട് ചോദിച്ചാൽ വിടില്ല. സാറ് താലൂക്ക് ഓഫീസിൽ പോകുന്ന സമയം നോക്കി പോയാലേ രക്ഷയുള്ളൂ. അത് ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ മോളിക്കുട്ടി, നമ്മുടെ സൂര്യകാന്തി സൊസൈറ്റിയുടെ സെക്രട്ടറിയാ. ഞാൻ കേട്ടിട്ടുണ്ട്. കലാപരിപാടികളൊക്കെ നടത്തുന്ന സംഘടനയല്ലേ? കലാപരിപാടികൾ മാത്രമല്ല, എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. വിദ്യാഭ്യാസം, സാംസ്കാരികം, പരിസ്ഥിതി, അങ്ങനെ സകല കാര്യങ്ങളും ഞങ്ങൾ ചർച്ചകളും ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. അല്ല, വില്ലേജ് ഓഫീസർ ഇല്ലേ? ഉണ്ട്. ഞാൻ മോളിക്കുട്ടി, ടൗണിലെ സൂര്യകാന്തി സൊസൈറ്റിയുടെ സെക്രട്ടറിയാ. അടുത്ത ആഴ്ച ഞങ്ങളൊരു പരിപാടിക്ക് സാറിനെ വിളിക്കാൻ വന്നതാ. എന്ത് പരിപാടി? എല്ലാ വിഷയങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണം. അന്വേഷിച്ചപ്പോ നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരാള് സാറാണെന്ന് അറിഞ്ഞു. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെന്നും സാറിന്റെ വീട്ടിൽ AC ഇല്ലെന്നും എല്ലാവരും പറയുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തനം പലപ്പോഴും വാക്കിൽ മാത്രമേ ഉള്ളൂ സാറേ, പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടൊന്ന് മാതൃകയാക്കുന്നത് സാറാണ്. സാറിനെ പോലെ ഒരാളെ ആദരിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ?
സത്യം. മാത്രമല്ല സാർ വില്ലേജ് ഓഫീസർ ആയതിനു ശേഷം ഈ പ്രദേശത്തെ പാടം നികത്താനും മലകൾ ഇടിക്കാനും സമ്മതിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ യോഗത്തിൽ സാറിനെ പോലെ യോഗ്യനായ ഒരു അതിഥിയെ കിട്ടാനില്ല. എന്നാ ഈ യോഗം? വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസം. അപ്പൊ എനിക്ക് എങ്ങനെ വരാൻ പറ്റും? വൈകിട്ട് 5:30 സാറേ യോഗം. ഓഫീസ് സമയം കഴിഞ്ഞിട്ട് സാർ ഇറങ്ങിയാൽ മതി. ഞാനിങ്ങോട്ട് വണ്ടി അയക്കാം. വണ്ടി വേണ്ട. പെട്രോളോ ഡീസലോ ഒഴിക്കുന്ന വണ്ടിയിൽ കയറി വന്ന് ഞാൻ എങ്ങനെയാണ് അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ സംസാരിക്കുന്നത്? അപ്പൊ സാർ വരാന്ന് സമ്മതിച്ചു. സമൂഹത്തിന് ഗുണമുള്ള എല്ലാ കാര്യങ്ങൾക്കും കെ മോഹനൻ സാർ മുൻപന്തിയിലുണ്ടാവും. സന്തോഷം. അപ്പൊ ഞാൻ സാറിനെ ഫോണിൽ വിളിച്ചോളാം. നന്ദി. ശരി സാർ, വരട്ടെ. ശരി. കെ മോഹനകൃഷ്ണൻ സാർ ആരാണെന്ന് ഭാമ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ശരിയപ്പോ എന്തേലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. എന്തായാലും സദാനന്ദ സാറിന്റെ അടുത്ത് നീ ഒന്ന് പറഞ്ഞേക്ക്. ആ ശരി. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാ ദിവസവും ഞാൻ ആഫീസിൽ നിന്ന് വരുമ്പോൾ നീ എനിക്കൊരു ചായ തരാറുണ്ടല്ലേ? എനിക്കിന്നത് വേണ്ട. തീർന്നില്ല. ഇന്ന് എനിക്ക് അത്താഴവും വേണ്ട. ഇന്ന് വരില്ലേ? വരും, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ വരൂ. ഭക്ഷണം വേണ്ട 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 എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അവർക്കൊരേ നിർബന്ധം, ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ചുരുക്കം. എന്നും എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിനക്ക് ഇതുവരെ അതിന്റെ വില മനസ്സിലായി. പക്ഷെ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി. അപ്പൊ അതെന്ത് ചെയ്യും? അതിനെ ഒറ്റ കഴിച്ചോ. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയോ കളയുകയോ ചെയ്യേ. അല്ല വേറെ ചെയ്യാനാ? അല്ല പക്ഷെ ഞാൻ അത് ആരോ വന്നിട്ടുണ്ട്. അതാരാണെന്ന് പോയി നോക്കൂ. പോകൂ, നടക്കൂ, ചെല്ലു. നമസ്കാരം വക്കീലെ. നമസ്കാരം. ഞാൻ ആ കേസിന്റെ പേപ്പറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഇനി എന്തേലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. കേസ് ഫയൽ ആണെങ്കിൽ എന്തായാലും 4 ദിവസം എടുക്കും. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ആ വാസുകുട്ട, ഒരു മിനിറ്റ്. എന്താ വക്കീലെ? വാസുകുട്ട ടൗണിലല്ലേ ടാക്സി ഓടിക്കുന്നേ? അതെ. ആ ഈ ടൗണിൽ വലിയ പരിപാടികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ വാസുകുട്ട അറിയേണ്ടതല്ലേ? ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് ടൗണിൽ നടക്കുന്നത്? അല്ല, അതായത് പ്രസംഗിച്ച് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. അങ്ങനെ ചോദിച്ചാ ഈ പരിസ്ഥിതി ആയിരിക്കും വിഷയമെന്ന് തോന്നുന്നു. അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? ഏയ്, എന്റെ അറിവിലൊന്നുമില്ല. എന്താ വക്കീലെ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഈ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ഒരു പ്രസംഗം കേൾക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, വാസുകൂടെ പോയി. ആരായിരുന്നു? എന്റെ ഒരു കക്ഷി. എന്താ കേസ്? ഭാര്യയോട് പറയാതെ ഭർത്താവ് പല സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങുന്നു എന്ന് ഭാര്യയ്ക്കൊരു പരാതി. അതിനെന്താ കേസ് കൊടുത്തൂടെ? അങ്ങനെയൊക്കെ കേസ് കൊടുക്കാം. ഇന്ന് വൈകിട്ട് എവിടെയാ പോകുന്നെന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. അമ്മേ, കാര്യം പറഞ്ഞ നീ ഒരു വക്കീലാണ്. നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതും പറഞ്ഞുള്ള ഭീഷണി എന്റെ അടുത്ത് വേണ്ട. കാരണം അത്യാവശ്യത്തിനുള്ള നിയമങ്ങളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. എന്റെ ആഫീസ് ജോലി കഴിഞ്ഞുള്ള സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ളവരോടൊപ്പം കൂടാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. സാധാരണഗതിയിൽ പുറത്തുനിന്ന് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. പക്ഷേ ഇന്ന് ആ ശീലമൊക്കെ മാറ്റിവെച്ച് ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അത് എന്ന് നീ ആലോചിച്ച് നോക്ക്.
മോനേട്ടാ പ്ലീസ്, മോഹനേട്ടൻ എവിടെയെങ്കിലും പോകുന്നില്ലൊന്നും എനിക്ക് ഒരു വിരോധവും. പക്ഷെ അത്താഴം നമ്മൾ എന്നും ഒരുമിച്ചല്ലേ കഴിക്കണേ, ഇവിടെ വന്നിട്ട് കഴിച്ചാ മതി. വേണ്ട, നീ ഉണ്ടാക്കുന്ന സ്ഥിരം ചപ്പാത്തിയും കോഴിക്കറിയും മറ്റു കറികളൊക്കെ കഴിച്ച് ഞാൻ മടുത്ത്. വല്ലപ്പോഴും ഒരിക്കൽ രുചിയുള്ള ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ എനിക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ട. നമസ്കാരം ഡോക്ടറെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എനിക്കെന്ത് വിശേഷം? പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. പക്ഷെ മോഹനേട്ടൻ എന്തോ ഭയങ്കര വിശേഷമുണ്ട് ഉത്തമാ. ഇന്ന് വൈകിട്ട് ടൗണിൽ എന്തോ പരിപാടിയുണ്ട്. അതിന്റെ പേരും പറഞ്ഞ് കുറെ നേരമായിട്ട് കൊടുക്കുന്ന ഡയലോഗാ ഇവിടെ. ടൗണിലെ പരിപാടി എന്താണെന്ന് വക്കീൽ അറിഞ്ഞൂടെ? അത് പറയണ്ടേ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോഹനേട്ടനെ പിടിച്ചാ കിട്ടൂലെന്നാണ് പറയുന്നത്. ആ, അത് വാസ്തവാണ്. ഉത്തമനറിയാം പരിപാടി എന്താന്ന്? എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ മോനേഴ് സാറാണല്ലോ ഈ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ പിന്നെ അത് മോശമാവാനുള്ള സാധ്യത ഇല്ലല്ലോ. നാട്ടുകാരെ മുഴുവൻ മോഹനേട്ടനെ ആരാധനയോടെ നോക്കൂന്ന് പറഞ്ഞു. അതിനുള്ള സാധ്യതയുണ്ട്. അല്ല, ഈ മോനേഴ് സാറിനോട് നാട്ടുകാർക്ക് പണ്ടേ ഭയങ്കര ആരാധനയാണല്ലോ. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. വൈകിട്ടത്തെ ചായ വേണ്ട, അത്താഴം വേണ്ട, എല്ലാം അവര് കൊടുത്തോളൂന്ന്. അത് കിട്ടിയത് തന്നെ. അല്ല, അത് പിന്നെ കിട്ടായിരിക്കോ? എന്നാ അതെന്താ കാര്യം അറിയണല്ലോ ഉത്തമ. നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടും ഞാൻ മാത്രം അറിയാതിരിക്കുന്ന ഒരു പരിപാടി. ഒന്ന് ശരിക്കും അന്വേഷിക്ക. അതിപ്പോ ഒരുപാട് അന്വേഷിക്കാനൊന്നും ഇല്ല. അതല്ല, വക്കീൽ സ്നേഹമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മോനേഴ് സാറ് പറയുമല്ലോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ പറഞ്ഞുതരാൻ പോണു. ഇല്ല അപ്പൊ ജാട ഉത്തമൻ അറിയാലോ. ആളാകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊങ്ങച്ചു വരയ്ക്കും. പിന്നോടെ സംഭവം എന്താ നിന്നോട് പറയുള്ളൂ ഉത്തമ. പക്ഷേ രാത്രി മോഹനേട്ടൻ വരുന്നതിന് മുന്നേ എനിക്ക് കാര്യം അറിയണം. ഉത്തമനോട് പറ്റുന്ന ഓരോന്ന് അന്വേഷിക്ക്. ഇല്ലെങ്കിൽ എനിക്കുണ്ട് ചില വഴികള്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സംഭവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ വക്കീല് ചിരിച്ച് മരിക്കുമെന്ന് എനിക്കല്ലേ അറിയൂ. സാറേ, സാറേ, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. ഉത്തമൻ വന്നത് ഗോവിന്ദൻകുട്ടിയുടെ സ്ഥലമളക്കാൻ പോകുന്ന കാര്യം പറയാനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് തീരെ സമയമില്ല. കാരണം വൈകിട്ട് ടൗണിലെ ഒരു പരിപാടിയിൽ കെ മോഹനേഷ് സാറിന് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ്, അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഉത്തമൻ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിയായിരിക്കും സാറേ? സൂര്യകാന്തി സൊസൈറ്റിയുടെ ഒരു പരിപാടി നടന്നാൽ നാട് മൊത്തം അറിയില്ലേ? അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഗംഭീരമായ പരിപാടി തന്നെയാണല്ലേ? അത് പിന്നെ ടൗണിലെ സുകുമാരന്റെ സ്റ്റേഷനറി കടയുടെ മുമ്പിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പരിസ്ഥിതി നാശത്തിനെതിരെ സ്ത്രീകളുടെ കൂട്ടായ്മ, ഉദ്ഘാടനം കെ മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ. അതെ, പരിസ്ഥിതി സംരക്ഷണത്തിനായി നമ്മൾ അത്രയെങ്കിലും ചെയ്യേണ്ടേ ഉത്തമ? സാറേ, ഇതിന്റെ സംഘാടക മോളിക്കുട്ടിയെ സാറിന് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ആണുങ്ങളെ കളിയാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അവരുടെ സ്വഭാവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അവരുടെ കെട്ടിയും പുരുഷോത്തമ സാറേ ഡൈവേഴ്സ് വാങ്ങിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ. അന്ന് അയാളെ ഗാർഹിക പീഡന കേസ് കൊടുത്തു ഒരാഴ്ച സബ് ജയിലിൽ കിടത്തിച്ചു. പിന്നെ കോടതിക്ക് കാര്യം മനസ്സിലായത് കൊണ്ടാണ് സാറിനെ വെറുതെ വിട്ടത്. അന്ന് മുതൽ ആണുങ്ങളെ എങ്ങനെ അധിക്ഷേപിക്കുക എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുകയാണ് ഈ മോളിക്കുട്ടി. ഇതൊക്കെ വല്ല സാറിന് അറിയാമോ? ഇത് പ്രകൃതി സംരക്ഷണമല്ലേ വിഷയം എന്നൊക്കെ അവരിപ്പോ പറയും. 4 മാസം മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തെ പറ്റി പറയാൻ ഒരു പരിപാടി ഇട്ടു. അന്ന് അതിഥിയായി PWDയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസൂട്ടി സാറിനെ വിളിച്ചു. ജോസൂട്ടി സാർ നല്ലൊരു കാര്യമല്ലേ എന്ന് ഓർത്തോട് ജോസൂട്ടി സാറ് ചെന്നു. പരിപാടി തുടങ്ങിയപ്പോ പ്രസംഗത്തിന്റെ വിഷയം അങ്ങ് മാറി. അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആണുങ്ങളെ നാട് കടത്തണം എന്നായി മോളിക്കുട്ടിയുടെ പ്രസംഗം. പറഞ്ഞു വന്നപ്പോഴാണ് അറിഞ്ഞത് ജോസൂട്ടി സാറും ഭാര്യയും തമ്മിൽ എന്തോ പറഞ്ഞു പിണങ്ങിയത് അറിഞ്ഞുകൊണ്ടാണ് മോളിക്കുട്ടിയുടെ ഈ അഭ്യാസം.
സാറേ, സാറ് പോയാൽ അവര് സാറിനെ സ്റ്റേജിൽ കയറ്റി ഇരുത്തി പൊരിക്കും. സാറ് പെണ്ണുങ്ങളില്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സാറാണെങ്കിൽ നാണം കിടയും ചെയ്യും. അല്ല എന്നാലും നമ്മള് സാറേ, ഈ പറഞ്ഞ മോളിക്കുട്ടി ആ പെണ്ണുപിള്ളക്ക് ഭ്രാന്താണ്. കൊള്ളാവുന്നുള്ള ആണുങ്ങളെ കളിയാക്കലാണ് അവരുടെ പരിപാടി. സാറിനെ കുടുക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിസ്ഥിതിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ 3 കാറുള്ള ഈ മോളിക്കുട്ടിക്ക് എന്ത് പരിസ്ഥിതി പ്രേമമാണ്? ഞാൻ പറയാനുള്ള പറഞ്ഞു, വാതിരുന്ന സാറിന് കൊള്ളാം. ചെല്ലാൻ വാക്ക് പറഞ്ഞു. ചെല്ലാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ പറയണ്ടേ സാറേ? ചെന്നാ സാറ് വിവരം അറിയും. പിന്നെ ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ സാറ് ശരിക്കും അന്വേഷിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് അപ്പ സാറിന് മനസ്സിലാവും. എന്നാ പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്നാ ഞാൻ പോകുന്നു. ഉത്തമൻ പോയോ? പോയി. ഞാൻ കഴിഞ്ഞ എടുത്തു വെക്കാം. നിനക്കെന്താ വലിയ ഗൗരവം? എനിക്കെന്ത് ഗൗരവം? എനിക്കൊരു ഗൗരവം ഇല്ല. ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വൈകിട്ട് അത്താഴം പുറത്തുനിന്ന് കഴിക്കുന്നു പറഞ്ഞോണ്ടല്ലേ. അണക്കി ഇനിയിപ്പോ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. ഇവിടെ ഒന്ന് കഴിച്ചോളാം. നേരാണോ? നിന്റെ സന്തോഷമാണല്ലോ എന്റെ സന്തോഷം. ഇത്രയും കാലം നീ ഉണ്ടാക്കിയ അത്താഴം കഴിച്ചാണല്ലോ ഞാൻ ജീവിച്ചത്. ഇനി എനിക്കത് മതി. അല്ലെങ്കിലും അതാ അതിന്റെ ഒരു ശരി. വൈകുന്നേരത്തെ ചായ മോഹനേട്ടൻ അവിടെ നിന്ന് കുടിച്ചു. പക്ഷെ അത്താഴം ഇവിടെ നിന്ന് മതി. അല്ല, ചായ ഇവിടെ തന്നെ കുടിച്ചോളാം. അതല്ലേ നല്ലത്. അയ്യോ, മോഹനയുടെ വരുമ്പോ വൈകില്ലേ? അതുവരെ ചായ കുടിക്കാതിരിക്കുന്ന എങ്ങനെയാ? ഞാൻ എന്നും വരുന്ന സമയത്ത് തന്നെ ഇവിടെ വരും. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു? ഉണ്ടായിരുന്നു, പക്ഷെ പോകണ്ടെന്ന് വെച്ചു. അതെന്താണ്? അതെന്താന്ന്? അതെന്താണെന്ന് വൈകുന്നേരം പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നിന്നെ കളിയാക്കും. വൈകിട്ട് പറയാം. ഭാര്യയെ തോൽപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ വില്ലേജ് ഓഫീസർക്കുള്ള മിടുക്ക് ചെറുതല്ല. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ എങ്ങും എത്താതെ പോകുന്നതാണ് ദുഃഖകരം. എന്തായാലും വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് മഹാൻ രക്ഷപ്പെട്ടു.